വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 10/8/2024 മുതൽ 16/8/2024 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ IHO ആണ് ആദ്യമായിട്ട് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്താണ് പറഞ്ഞത്? റീസെൻ്റ്ലി three underwater structures in the Indian Ocean were named as Ashoka, Chandragupta and Kalpadaru, which reflect India's growing influence in marine science and the commitment to exploring and understanding the Indian Ocean. Okay. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷനെ കുറിച്ച് നോക്കാം. ഓക്കെ, എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻ്റർ ഗവൺമെൻറ്റൽ കൺസൾട്ടീവ് ആൻഡ് ടെക്നോളജി ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1921 ടു എൻഹാൻസ് ദ നേവിഗേഷൻ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ട് ദ മറൈൻ എൻവയോൺമെൻറ്റ്. അതായത് നേവിഗേഷൻ സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറൈൻ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് 1921 ഇത് നിലവിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇൻ്റർനാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. എന്താണ് ഒബ്ജക്റ്റീവ്സ്? കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസേഴ്സ് ആണ്. അതുപോലെ തന്നെ അച്ചീവിങ് ദ ഹയസ്റ്റ് പോസിബിൾ യൂണിഫോമിറ്റി ഇൻ നോട്ടിക്കൽ ചാർട്ട്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. അതുപോലെ പ്രൊമോട്ടിംഗ് അഡോപ്ഷൻ ഓഫ് റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് ഫോർ കണ്ടക്ടിങ് യൂട്ടിലൈസിങ് ഹൈഡ്രോഗ്രാഫിക് സർവീസും ആൻഡ് അഡ്വാൻസിങ് ദ സയൻസ് ആൻഡ് ഹൈഡ്രോഗ്രാഫി ആൻഡ് ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദ ഡിസ്ക്രിപ്റ്റീവ് ഓഷിയോഗ്രഫി. ഇതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ്. ഓക്കെ, MGNREGS ആണ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം? അക്കോർഡിംഗ് ടു ദ Ministry of Rural Development, work deemed under the Mahatma Gandhi National Rural Employment Guarantee Scheme, MGNREGAs, fell sharply in July 2024. Okay, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്? ഉദാഹരണമായിട്ട് 2005 മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് ഈ MGNREGAസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഒരു വർഷത്തിൽ അഥവാ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 100 ദിവസമെങ്കിലും തൊഴിൽ പ്രൊവൈഡ് ചെയ്യുക, ജോലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത് റൂറൽ ഹൗസ് ഹോൾഡ്സിനാണ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇത് അൺസ്കിൽഡ് മാനുവൽ വർക്കാണ് എന്നുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജാണ് ഇതിന് കൊടുക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് മോണിറ്റേഴ്സ് ദ എൻറ്റയർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സ്കീം ഇൻ അസോസിയേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അതായത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ചേർന്നിട്ട് ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരുമായി ചേർന്നിട്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ചേർന്നിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? Cornerstone of MGNREGA's design, its legal guarantee ensuring that any rural adult can request to work and must receive within 15 days എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ if this commitment is not met, an unemployment allowance must be provided. അതുപോലെ തന്നെ it requires that priority shall be given to women in such a way that at least 1/3 of the beneficiaries shall be women who have രജിസ്റ്റേർഡ് ആൻഡ് റിക്വസ്റ്റഡ് ഫോർ വർക്കാണ്. ആൻഡ് സെക്ഷൻ 17 ഇതിനെക്കുറിച്ച് 2005 നിയമത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇത് സോഷ്യൽ ഓഡിറ്റ്സിന് വിധേയമാണ് എന്നുള്ള ഏതിൻ്റെ ഫീച്ചറാണ്? ഈ ഒരു സ്കീമിൻ്റെ മേജർ ഫീച്ചറാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ന്യൂസ് എന്താണ്?
നെക്സ്റ്റ് ന്യൂസ് എന്ന് വിളിക്കുന്നത് എന്താണ്? ആയുഷ്മാൻ ഭാരത് സ്കീമാണ് നെക്സ്റ്റ് ന്യൂസ്. ഓക്കെ, എന്താണ് ഇനി ആയുഷ്മാൻ ഭാരത് സ്കീം എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ് പറയുന്നത്? റീസെൻ്റ്ലി ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ released data highlighting the significant trends in the Ayushman Bharat Health Insurance Scheme (PMJ). This information underscores the increasing financial burden of providing health care to the elderly, particularly those aged 17 years and above. Okay, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ളൊരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ കീ ഹൈലൈറ്റ്സ് എന്ന് നോക്കാം. എന്താണ് ആയുഷ്മാൻ ഭാരത്? എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എന്താണ് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ് ഇത് ആയുഷ്മാൻ ഭാരത് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഉദാഹരണമായിട്ട് ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിനെ എന്ത് ചെയ്യുക കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ആരാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നാഷണൽ ഹെൽത്ത് പോളിസി 2017 ആണ് ഇത് റെക്കമെൻഡ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ലീവ് നോ വൺ ബിഹൈൻഡ് എന്നുള്ളതാണ് ഇതിൻ്റെ പർട്ടിക്കുലർ കമ്മിറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ കീ കോമ്പോണൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആയുഷ്മാൻ ഭാരത് ഈസ് സ്ട്രക്ചർഡ് അറൗണ്ട് 2 ഇൻ്റർ റിലേറ്റഡ് കോമ്പണൻസ് ദാറ്റ് വർക്ക് ടുഗദർ ടു പ്രൊവൈഡ് എ സീംലെസ് ഫ്ലോ ഓഫ് കെയർ എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ എന്താണ് അനൗൺസ്ഡ് ഇൻ 2018 ദ സർട്ടൻ ഓഫ് 150,000 HWC aims to transform existing sub-centers and primary health centers and delivering comprehensive primary health care including maternal and child health, non-communicable disease and the free essential drugs and diagnostic service എന്നുള്ളതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ് ഇത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന. അതിലെന്താണ് പറയുന്നത്? ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് അഷുറൻസ് സ്കീമാണ് ഇത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് വിളിക്കുന്നത്. ഏകദേശം 5 ലക്ഷം കവറേജാണ് എന്ത് ചെയ്യുന്നത് ഫർ ഫാമിലി കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ സെക്കൻഡറി ആൻഡ് ടേഴ്സറി കെയർ ഹോസ്പിറ്റലൈസേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 12ഓളം ദരിദ്രരായ ജനങ്ങളെ വൾണറബിൾ ഫാമിലീസിനെയാണ് ഇത് കവർ ചെയ്യുന്നത്. ഏകദേശം 55 കോടി ബെനിഫിഷ്യറീസ് എന്താണ് ഇതിനുണ്ട്. അതുപോലെ തന്നെ എന്താണ് സോഷ്യോ എക്കോണമിക് കാസ്റ്റ് സെൻസസ് 11 അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ള ഏതെങ്കിലും സ്കീമിൻ്റെ പ്രത്യേകതയാണ്. ഈ സ്കീമിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഇത് ഗ്രേറ്റ് ബാരിയർ റീഫ് വാട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? ദ ഓഷ്യൻ ടെമ്പറേച്ചേഴ്സ് ഇൻ ദ ഗ്രേറ്റ് ബാരിയർ റീഫ് hit their highest level in 400 years. Over the past decade, the reef suffered mass coral bleaching events between 2016 and 24 എന്നാണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്? എന്താണ് ദ GBR ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കോറൽ ലീഫ് സിസ്റ്റം. ഓക്കെ, ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് കോറൽ ലീഫ് സിസ്റ്റമാണ് ഇത് GBR എന്ന് വിളിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോറൽ സീ കോസ്റ്റ് ഓഫ് ക്യൂൻലാൻഡ് ഓസ്ട്രേലിയയിലാണ്. ഇതിൻ്റെ സ്ട്രെച്ചസ് ഏകദേശം എത്രയാണ്? 2300 കിലോമീറ്ററാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം 3000ഓളം എന്താണ് ഇൻഡിവിജ്വൽ റീഫ്സും 900ഓളം ഐലാൻഡുകളും ഇതിലുണ്ട്. GBR എന്ന് പറയുന്നത് എന്താണ് ഹോം ടു 400 ടൈപ്പ് ഓഫ് കോറൽ ആൻഡ് 1500 സ്പീഷീസ് ഓഫ് ഫിഷ് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ GBRൻ്റെ അഥവാ ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഹോം endangered species such as the dugong and the large green turtle എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് GBR എന്ന് പറയുന്നത് എന്താണ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ എന്താണ് ഭാഗമാണ് 1981. ആൻഡ് വൈഡ് സ്പ്രെഡ് മാസ് ബ്ലീച്ചിങ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്താണ് ഫസ്റ്റ് എപ്പോഴാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് 1998 കാണുന്നത് പറയുന്നത്. അതുപോലെ പിന്നീട് 2002, 2016, 2017, 2020, 2022, 2024 കണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റുമെന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഏത് ഇഡോൾ ഇൻ ദ ടെമ്പിൾ മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എ ലിവിങ് പേഴ്സൺ. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? റീസെൻ്റ്ലി ദ മദ്രാസ് ഹൈക്കോർട്ട് ഒബ്സർവ്ഡ് ദാറ്റ് ആൻ ഇഡോൾ ഈസ് ട്രീറ്റഡ് ആസ് ദ juristic personality in law during the case involving
the closure of a temple for 10 years without customary pujas due to the dispute between the communities over the issues of untouchability. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ഓക്കെ, അതായത് എന്താണ്, ഒരു ടെമ്പിളിലിരിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഇഡോളിനെ എന്തായി കാണണം, ഒരു ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മദ്രാസ് ഹൈക്കോർട്ട് എന്താണ് അവരുടെ വിധിയിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്തായിട്ട് കാണുന്ന പറയുന്നത് ഒരു ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് മദ്രാസ് ഹൈക്കോടതി. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ചില കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. നമുക്ക് നോക്കാം പ്രധാനമായിട്ടും എന്തൊക്കെയാണ് വേറെ പറയുന്നത്. ദ കോർട്ട് emphasized the responsibility of the administration to prevent the illegal closure of temples and ensure adherence to the worship rights ആണ്. അതുപോലെ തന്നെ എന്താണ് കോർട്ട് എന്താണ് പറയുന്നത്, റിയോർഗനൈസ്ഡ് ദ ഇഡോൾ ഈസ് എ ടെമ്പിൾ ക്യാൻ ഹോൾഡ് പ്രോപ്പർട്ടി ആൻഡ് എൻഗേജ് ഇൻ ലീഗൽ ആക്ഷൻസ് ആൻഡ് ദ ടെമ്പിൾ മസ്റ്റ് ബി റിമൈൻ ഓപ്പൺ ഫോർ വർഷിപ്പ് ആൻഡ് കസ്റ്റോറി റിച്വൽസ് ആണ്. അതുപോലെ തന്നെ എന്താണ് കൺസിഡറിങ് ദ ഇഡോൾസ് ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി the court exercised parties jurisdiction to protect the rights of idols ആണ്. അതുപോലെ തന്നെ എൻഷുറിങ് ഡെയിലി ഡർമാറ്റിക് റിച്വൽസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യമാണ് ദ ഡോക്ട്രിൻ ഓഫ് പാരൻസ് പാട്രി വിച്ച് മീൻസ് പാരൻറ്റ് ഓഫ് ദ നേഷൻ ഈസ് ദ ലീഗൽ പ്രിൻസിപ്പിൾ എന്നും ദ ഗ്രാൻഡ് സ്റ്റേറ്റ് ജുഡീഷ്യറി ദ ഇൻഹറിൻറ്റ് പവർ ആൻഡ് അതോറിറ്റി ടു ആക്ട് ആസ് ദ ഗാർഡിയൻ ഫോർ ദോസ് ഹൂ ആർ അൺഏബിൾ ടു കെയർ ഫോർ ദംസെൽവ്സ് എന്നുള്ളതൊക്കെ ഏതിൻ്റെയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, എ ജൂറിസ്റ്റിക് പേഴ്സൺ. എന്താണ് ഇവിടെ ജൂറിസ്റ്റിക് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക, എ ജൂറിസ്റ്റിക് പേഴ്സൺ ആസ് ഡിഫൈൻഡ് ഇൻ ദ ഷിർമോൺ ഖുറാൻ ഫ്രം ദ കമ്മിറ്റി വേഴ്സസ് സോമനാഥ് ദാസ് 2002 കേസ് ഈസ് ദി ലീഗലി റിയോർഗനൈസ്ഡ് എൻറ്റിറ്റി വിത്ത് എ ലീഗൽ പേഴ്സണാലിറ്റി എൻകംപാസിംഗ് ഗോഡ്സ്, കോർപ്പറേഷൻ, റിവേഴ്സ് ആൻഡ് എനിമൽസ്. ഇവരൊക്കെ എന്തായി കണക്കാക്കാൻ പറ്റും, ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് എന്ത് ചെയ്യും, കണക്കാക്കാൻ പറ്റുമെന്നും പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്തായി കൺസിഡർ ചെയ്യുന്ന പറയുന്നത് ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, വേൾഡ് ബയോഫ്യൂവൽസ് ഡേ 2024. എന്താണ്, റീസെൻ്റ്ലി ദ വേൾഡ് ബയോഫ്യൂവൽ ഡേ വാസ് ഒബ്സർവ്ഡ് ഓൺ 10th August 2024. It aims to raise awareness about non-fossil fuels as sustainable energy alternatives and to highlight the government initiative that support the biofuel industry ആണ്. ഓക്കെ, എന്താണ് ഇതിൽ ഏത് പ്രധാനമായും വരുന്നതാണ് ഇത് എത്തനോൾ ആസ് ദ ഫ്യൂവൽ എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം എത്തനോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിൻസിപ്പൽ ബയോഫ്യൂലാണ്. ഇതിനെ എന്ത് പേരിൽ വിളിക്കുന്നു, ഈത്തൈൽ ആൽക്കഹോൾ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറലി ഫോർമേഷനാണ് ഓഫ് ഷുഗറാണ്, കോൺ റൈസ് എക്സെട്ര. അതുപോലെ തന്നെ ബൈ പെട്രോകെമിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈത്തൈൽ ഹൈഡ്രോയിൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി എന്നാണ് വേൾഡ് ബയോഫ്യൂവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ 10 ആഗസ്റ്റിനാണ് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിൻ്റെ ബെൻഡിങ് ടാർജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% എത്തനോൾ ബ്ലെൻഡിങ് ഇൻ പെട്രോൾ ആണ് പറയുന്നത്. 2025 ആകുമ്പോഴേക്കും കറൻ്റ്ലി 10% എത്തനോളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഓയിൽ ഇമ്പോർട്ടുകൾ റെഡ്യൂസ് ചെയ്യുക, ഇക്വലൻ്റ് എഫിഷ്യൻസി അറ്റ് ലോവർ കോസ്റ്റ് ദാൻ പെട്രോൾ, ബേൺസ് കംപ്ലീറ്റ്ലി ആൻഡ് ക്ലീനർ ദാൻ പെട്രോൾ, എത്തനോൾ പ്രൊഡ്യൂസസ് ഫ്രം ദ ഫാം റിസൈഡ്സ് ടു ബൂസ്റ്റ് ഫാർമേഴ്സ് ഇൻകം എന്നുള്ളതാണ്. ഇനി ചലഞ്ചസ് ഇൻ സക്സസ് എന്താണ്, ഹൈ ലാൻഡ് റിക്വയർമെൻറ്റ് ഫോർ ഷുഗർ കെയിനാണ്, കൺസംഷൻ ഫുഡ് പ്രൈസസ് ഇഷ്യൂ, ഹൈ വാട്ടർ റിക്വയർമെൻ്റ് ആണ് ഇതിനാവശ്യമാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടത്തിയ റിലേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്, റോഡ് മാപ്പ് ഫോർ എത്തനോൾ ബ്ലെൻഡിങ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് ബൈ നീതി ആയോഗ് 2021. അതുപോലെ തന്നെ E100 പൈലറ്റ് പ്രൊജക്ട് നെറ്റ്വർക്ക് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എത്തനോൾ 2021, പ്രധാൻ മന്ത്രി ജയ് യോജന ടു ബൂസ്റ്റ് 2G എത്തനോൾ പ്രൊജക്ട് 2019. അതുപോലെ തന്നെ ദ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂൽസ് 2018 ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതായത് ഇതിനും വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ് നടത്തിയ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് നോക്കാനുള്ളത്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്, ഇൻ്റർനാഷണൽ ഡേ ഫോർ ഇൻഡിജിനസ് പീപ്പിൾ ആണ്. ഓക്കെ, എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളത്. ഇൻ അനദർ ഡെവലപ്മെൻറ്റ്, ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc
Bangalore has been entrusted to train the tribal students under the Semiconductor Fabrication and Characterization of Training for Tribal Students as part of Tribal Research, Information, Education, Communication and Events TRI-ECE. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്തിരിക്കുന്നത്, ഇത്തരം ഒരു ന്യൂസ് എന്താണ് വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടുതൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്താണ് പറയുന്നത്, എന്താണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് വിളിക്കുന്നത്? അതായത് ഓഗസ്റ്റ് 9 എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ റീഓർഗനൈസ് ചെയ്യുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? UN ജനറൽ അസംബ്ലിയുടെ എന്താണ് നിർദ്ദേശപ്രകാരമാണ്. 1994 ഡിസംബർ മുതലാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ എന്താണ്, ദ ഡേ റീഓർഗനൈസേഴ്സ് ഫസ്റ്റ് മീറ്റിംഗ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ് വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ഇൻഡിജിനസ് പോപ്പുലേഷൻസ് ഇൻ ജനീവ 1982 ആണ്. ഇനി ഇപ്രാവശ്യത്തെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്രാവശ്യത്തെ ഈ ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഇൻ വോളണ്ടറിലി ഐസൊലേഷൻ ആൻഡ് ഇനിഷ്യൽ കോണ്ടാക്ട് എന്നുള്ളതാണ് എന്താണ് ഇപ്രാവശ്യത്തെ തീം. നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ എന്ത് ചെയ്യണം, തീം നോക്കി വയ്ക്കണം. ചിലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എക്സാമുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ തീമൊക്കെ എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരം തീമുകൾ എന്ത് ചെയ്യുക, ഓരോ ഇമ്പോർട്ടൻ്റ് ഡേ വരുമ്പോഴും അതിന് തീമുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, തീമുകൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ട കീ ഫാക്റ്റുകൾ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 200 ഗ്രൂപ്പ് ഓഫ് ഇൻഡിജിനസ് പീപ്പിളാണ് ഇവിടെ ഉള്ളത്. നിലവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ബൊളീവിയ, ബ്രസീൽ, ഇക്വഡോർ, ഇന്ത്യയിലൊക്കെ കാണാൻ പറ്റുക. ഏകദേശം 476 മില്യൺ ഇൻഡിജിനസ് പീപ്പിൾ ലോകത്തുണ്ട് എന്നും 90ഓളം രാജ്യങ്ങളായിട്ടുണ്ട് എന്നും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് 6% ഓഫ് ദ വേൾഡ് പോപ്പുലേഷനിലും അതുപോലെ തന്നെ 50% ഓഫ് ദ പൂറസ്റ്റ് ആണ് ആരാണ്, ഇവരാണ്. ആൻഡ് ദേ സ്പീക്ക് ഓവർവെൽമിംഗ് മെജോറിറ്റി ഓഫ് ദ വേൾഡ്സ് എസ്റ്റിമേറ്റഡ് 7,000 ലാംഗ്വേജസ് ആൻഡ് റെപ്രസെൻറ്റ് 5,000 ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എന്നൊക്കെ ആരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവരെക്കുറിച്ചുള്ള എന്താണ് പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് എലിഫൻറ്റ് ഡേ ആണ്. എന്താണ് ന്യൂസ്? ദ വേൾഡ് എലിഫൻറ്റ് ഡേ is celebrated every year on 12th August to bring awareness to the status of Asian and African elephants in the world. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി 2024 ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പേഴ്സൺഫൈയിങ് പ്രോഹിസ്റ്റോറിക് ബ്യൂട്ടി, ടെക്നോളജിക്കൽ റിലവൻസ് ആൻഡ് എൻവിയോൺമെൻറ്റൽ ഇമ്പോർട്ടൻസ്. ഇതാണ് എന്താണ് ഇപ്രാവശ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം 60% ഓഫ് വേൾഡ് ഏഷ്യൻ എലിഫൻറ്റ് പോപ്പുലേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 2017 സെൻസസ് പ്രകാരവും ഏകദേശം 27,312 ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ 138 ഐഡൻറ്റിഫൈഡ് എലിഫൻറ്റ് കോറിഡോഴ്സും കാണാൻ പറ്റുമെന്നുള്ള ആരുടെ പ്രത്യേകതയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. 2017 റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്ന കാര്യം എന്താ, എലിഫൻറ്റ്സ് ഹാവ് ഗസ്ട്രോൺ പീരീഡ് അബൌട്ട് 22 months ആൻഡ് ലോങ്ങസ്റ്റ് ഓഫ് എനി ലാൻഡ് എനിമൽ എന്നുള്ളതാണ്. ആൻഡ് ഏഷ്യൻ എലിഫൻറ്റ്സ്, ദാറ്റ് മീൻസ് ഇന്ത്യൻസ് ആർ ക്ലാസിഫൈഡ് ആസ് എൻഡേഞ്ചേർഡ് ഓൺ IUCN റെഡ് ലിസ്റ്റ്. അതായത് എന്താണ്, IUCN റെഡ് ലിസ്റ്റ് പ്രകാരം എന്താണ്, ഇവർ എൻഡേഞ്ചേർഡ് ആണ് എന്നും പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഡ്യൂ ടു ദ ഹാബിറ്റ് ലോസ്, ഹ്യൂമൻ എലിഫൻറ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് പോച്ചിങ് ഒക്കെ പ്രകാരം. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്, വേൾഡ് ലയൺ ഡേ. എന്താണ്, ദ വേൾഡ് ലയൺ ഡേ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബിഗ് കാറ്റ് റെസ്ക്യൂ ആൻഡ് സെലിബ്രേറ്റഡ് ഓൺ 10th August സിൻസ് 2030 ആണ്. ദ ഹൈലൈറ്റ്സ് ദ അർജൻറ്റ് നീഡ് ഫോർ ദ ലയൺ കൺസർവേഷൻ ഡ്യൂ ടു ത്രെറ്റ്സ് ലൈക്ക് ഹാബിറ്ററ്റ് ലോസ്, ഹ്യൂമൻ റൈറ്റ് കോൺഫ്ലിക്റ്റ് ആൻഡ് പോച്ചിങ്. എന്താണ് പറയുന്നത്, ആസ് അപ്പെക്സ് പ്രിഡേറ്റേഴ്സ് ലയൺസ് കൺട്രോൾ herbivores population and support ecosystem health within a lifespan of 10-14 years in the wild and birth interval of around 2 years എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയുന്നതാണ്, ഇൻ ഇന്ത്യ ദ ഏഷ്യാറ്റിക് ലയൺ, എ സിമ്പിൾ ഓഫ് strength in the national emblem, has seen its population increase from the 523 in 2015 to about 674 in 2020 due to the successful
കൺസർവേഷൻ എഫേർട്സ് എന്നുള്ളതാണ്. ആൻഡ് ലോഞ്ച്ഡ് ഓൺ ദ 15th August 2020, the Project Lion aims to secure the future of Asiatic lions through habitat improvement, advanced monitoring and addressing the human wildlife conflict എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ബാക്ടീരിയൽ കമ്മ്യൂണിറ്റീസ് ഇൻ മൈക്രോവേവ് ഓവൻസ്. എന്താണ് പറയുന്നത്? ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ്? മൈക്രോ ഓർഗാനിസം ത്രിവൈങ് ഇൻ ദ എക്സ്ട്രീം എൻവയോൺമെൻറ്റ് ലൈക്ക് മൈക്രോവേവ് ഓവൻസ് ഹാസ് ബീൻ സ്റ്റഡീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദയർ എവല്യൂഷണറി അഡാപ്റ്റേഷൻ. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ കീ ഫൈൻഡിങ്സ് എന്താണ്? ദ ഡൊമിനൻറ്റ് വൺസ് ബിലോങ്ങിങ് ടു ദ ബേഷ്യലസ് Micrococcus and Staphylococcus genera, which commonly live in the human skin and the surfaces that people frequently touch എന്നതാണ്. A few bacteria types associated with foodborne illness, including Klebsiella and the Brudomes, also grew the households of microwaves ആണ്. അതുപോലെ തന്നെ എന്താണ്? Laboratory microwave ovens contain the greatest genetic diversity, variation in genes with a species എന്നുള്ളതാണ്. And microwave heating uses electromagnetic waves 300 MHz to 300 GHz to generate heat and inactive most microorganisms in food എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ന്യൂസ് ആണ് എന്താ ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. എന്താണ് ന്യൂസ് റിലേറ്റഡ് ടു ക്ലൗഡ്സ് ആണ് ന്യൂസ് വരാൻ കാരണം. നോക്കാം, ഇതിൽ പല പല ക്ലൗഡ്സ് കാണാൻ പറ്റും. ഒന്നാമത്തെയാണ് ഇത് സിറസ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് സിറസ് ക്ലൗഡ്സ്? ഫേറ്റ്ലി ആൻഡ് വിസ്പി അപ്പിയറൻസ് ആണ്. അതുപോലെ തന്നെ കമ്പോസ് ഓഫ് ഐസ് ക്രിസ്റ്റൽ ഫോംസ് ഇൻ ദ കോൾഡർ അപ്പർ ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ വരുന്നതാണ് ഇത് സിർക്കംസ് ക്ലൗഡ്സ്. എന്താണ്? സ്മോൾ വൈറ്റ് ആൻഡ് ഫ്ലുവൻലി പാച്ചസ് ആണ്. വേവ്ലി ഹോണികോം ലൈക്ക് പാറ്റേൺ ആണ്. പിന്നെ വരുന്നതാണ് എന്ത് സർക്കോസ്റ്റസ് ക്ലൗഡ്സ്. എന്താണ്? തിൻ വിസ്റ്റിൻ വെൽ കവറിങ് സ്കിൻ ആണ്. പ്രൊഡ്യൂസിങ് ഹാളോൾസ് അറൗണ്ട് ദ സൺ ഓർ മൂൺ. ഇനി മിഡിൽ ക്ലൗഡ്സിൽ വരുന്നതാണ് എന്താ അൾട്ടോ കംപ്ലക്സ് ക്ലൗഡ്സ്. എന്താണ്? ഫോം വൈറ്റ് ഗ്രേ പാച്ചസ് ഓർ ലെയേഴ്സ്, വേവ്ലി ഓർ ലെംബ്ലി അപ്പിയറൻസ്. ആൻഡ് ആസ്ട്രോയിഡ് ക്ലൗഡ്സ് എന്താണ്? ഗ്രേ ഓർ ബ്ലൂ ഗ്രേ ക്ലൗഡ്സ്. ആൻഡ് പ്രീച്ചർ സ്റ്റോംസ്, കണ്ടിന്യൂസ് റെയിൻ ഓർ സ്നോ ആണ്. ആൻഡ് ലോ ക്ലൗഡ്സിൽ വരുന്നതാണ് ഏതെന്ന് വിളിക്കുന്നത് ക്യുമുലേറ്റീവ് ക്ലൗഡ്സ്. പഫി വൈറ്റ് ക്ലൗഡ്സ് ആണ്. അതുപോലെ തന്നെ ക്യാൻ ഡെവലപ്പ് ഇൻ ടു ലാർജർ സ്ട്രോം ക്ലൗഡ്സ് ആണ്. സ്റ്റാർസ് ക്ലൗഡ്സ് എന്താണ്? യൂണിഫോം ലെയേഴ്സ് ക്രിയേറ്റിംഗ് ഓവർകാസ്റ്റ് കണ്ടീഷൻ ക്യാൻ ബ്രിങ് ലൈറ്റ് റെയിൻ ആണ്. പിന്നെ വരുന്നതാണ് എന്ത് നിംബ്രോസ്റ്റ് ക്ലൗഡ്സ്. തിക്ക് ഡാർക്ക് ക്ലൗഡ്സ് ആണ്. കണ്ടിന്യൂസ് റെയിൻ സ്നോ ആണ്. സ്ട്രാറ്റസ് ക്ലൗഡ്സിൽ വരുന്നതാണ് ലോ ലംബി ക്ലൗഡ്സ് ആണ്. മിക്സ്ചർ ഓഫ് സ്റ്റാറ്റേഴ്സ് ആൻഡ് ദ കുംബ്ലസ് ക്ലൗഡ്സ് ആണ്. അതുപോലെ തന്നെ മേ ബ്രിങ് ലൈറ്റ് പെർസെപ്ഷൻ ആണ്. ഇനി വെർട്ടിക്കൽ ക്ലൗഡ്സിൽ വരുന്നതാണ് ക്യുമുലോനം നിംബസ് ക്ലൗഡ്സ്. ലാർജ് ടവറിംഗ് ക്ലൗഡ്സ്, ഡാർക്ക് ബേസ് അസോസിയേറ്റഡ് വിത്ത് തണ്ടർസ്റ്റോം, ലൈറ്റിംഗ് ആൻഡ് സ്ട്രോങ് വിൻസ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ക്ലൗഡ്സാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ന്യൂസാണ് ഏത് നോബൽ ലിറ്ററേച്ചേഴ്സ് ഇൻ ദ നോബൽ ലോറേഴ്സ് ഇൻ ദ ലീഡർഷിപ്പ് ഓഫ് റോൾസ്. എന്താണ് The recent news, Muhammad Yunus, the Nobel Peace Prize laureate of 2016, set up to the assumed leadership of Bangladesh interim government, has regained interest in the history of Nobel laureates who have served as heads of the state. ഇതാണ് ന്യൂസ്. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ്? എന്താ ഇതിൻ്റെ സിംബൽ ഓഫ് എന്ന് പറയുന്നത്? ദയർ റിയോർഗനൈസേഷൻ ഓഫ്റ്റൻ ബ്രിങ്സ് international attention and the credibility to the leadership ആണ്. ആൻഡ് advocates for peace and justice എന്താണ്? Nobel laureates are the frequently associated with the ideals of peace, democracy, human rights, setting moral precedent for the governance, inspiration for future leaders എന്താണ്? Their journeys can be inspire emerging leaders to pursue significant social and political changes. However, it's important to acknowledge that not all Nobel literature have been successful in the translating their esteemed reorganization into effective governance, as the evidenced by the challenges faced by leaders like Ethiopia's Abiy Ahmed, Nobel Peace Prize in 2000, and Myanmar Aung San Suu Kyi, etc. Okay. നെക്സ്റ്റ് വണ്ണാണ് ന്യൂസിൽ വന്നിരിക്കുന്നതാണ് എയർ പൊല്യൂഷൻ ആണ്. എന്താണ്? എ റീസെൻറ്റ് സ്റ്റഡി ബൈ ദ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവിയോൺമെൻറ്റ് CSE has brought attention the alarming levels of ground level ozone O3 in major cities across India എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് എയർ പൊല്യൂഷൻ?
പല രീതിയിലുണ്ടാവാം. ഒന്നെന്താണ് സൾഫർ ഓക്സൈഡ് എന്താണ് ഇറ്റ് കംസ് ദ കൺസംഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഓയിൽ കോൾ നാച്ചുറൽ ഗ്യാസ് റിയാക്ട്സ് വിത്ത് ദ വാട്ടർ ഫ്രം ആസിഡ് റെയിൻ ആണ്. ഇമ്പാക്റ്റ് എന്താണ് കോസസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഇനി ഓസോൺ O3 ആണ് എന്താണ് സെക്കൻഡറി പൊല്യൂട്ടൻ ഫോംഡ് ഫ്രം ദ പൊല്യൂഷൻസ് NOx ആൻഡ് VOC അണ്ടർ ദ ആക്ഷൻസ് ഓഫ് സൺ ആണ്. ഇമ്പാക്റ്റ് എന്താണ് ഇറിഗേഷൻ ഓഫ് ദ ഐസ് റെസ്പിറേറ്ററി മോഷസ് ആൻഡ് മെംബ്രെയിൻ ആസ്മ അറ്റാക്സ് ആണ്. പിന്നെ വരുന്നതാണ് നൈട്രജൻ ഓക്സൈഡ് NO2 എന്താണ് എമിഷൻസ് ഫ്രം ദ റോഡ് ട്രാൻസ്പെറൻറ്റ് ഇൻഡസ്ട്രി ആൻഡ് എനർജി പ്രൊഡക്ഷൻ സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഓസോൺ ആൻഡ് PM ഫോർമുലേഷൻ ആൻഡ് ഇമ്പാക്റ്റ് എന്താണ് ക്രോണിക് ലങ് ഡിസീസസ് ആണ്. പിന്നെ വരുന്നതാണ് കാർബൺ മോണോക്സൈഡ് CO എന്താണ് ഇറ്റ് പ്രൊഡക്റ്റ് ദ ഇൻകംപ്ലീറ്റ് കോമ്പോസിഷൻ ഓഫ് ദ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. ഇമ്പാക്റ്റ് എന്താണ് ഫാറ്റിഗ് കൺഫ്യൂഷൻ ആൻഡ് ഡിസീസസ് ടു ദി ഇൻഎക്വൽഡ് ഓക്സിജൻ ഡെലിവറി ടു ദ ബ്രെയിൻ ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് അമോണിയ NH3 എന്താണ് പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റബോളിസം ഓഫ് അമീനോ ആസിഡ്സ് ആൻഡ് അതർ കോമ്പോണൻസ് ആണ്. ഇമ്പാക്റ്റ് എന്താണ് ഇമ്മീഡിയറ്റ് ബേണിംഗ് ഓഫ് ദ ഐസ് നോസ് ത്രോട്ട് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട് ദാറ്റ് ക്യാൻ ബി റിസൾട്ട് ഇൻ ദ ബ്ലൈൻഡ്നെസ് ലങ്സ് ടു ഡാമേജ് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് ലെഡ് റിലീസ്ഡ് ആസ് ദ വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദ എക്സ്ട്രാക്ഷൻ ഓഫ് ദി മെറ്റൽ സച്ച് ആസ് സിൽവർ പ്ലാറ്റിനം ആൻഡ് അയൺ ഫ്രം ദയർ റെസ്പെക്റ്റീവ് ഓസ് എന്നുള്ളതാണ്. ആൻഡ് ഇമ്പാക്റ്റ് എന്താണ് അനീമിയ വീക്ക്നെസ് ആൻഡ് കിഡ്നി ബ്രെയിൻ ഡാമേജ്. പിന്നെ വരുന്നതാണ് പർട്ടിക്കുലേറ്റ് മാറ്റർ എന്താണ് ഇൻഹാബിൽ പാർട്ടിസിപ്പേറ്റ് വിത്ത് ദ ഡയാമീറ്റേഴ്സ് ദാറ്റ് ആർ ജനറലി 10 മൈക്രോസ്. PM2.5 എന്താണ് ഫൈൻ ഇൻഹാൻഡ് പാർട്ടിക്കിൾ വിത്ത് ദ diameters that are generally 2.5 microbars and smaller. Source എന്താണ് emitted from the construction site, unpaved roads and the fields. And impact എന്താണ് irregular heartbeat, aggressive asthma, decreased lung functions ഒക്കെയാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് വിക്രം സാരാഭായ്സ് 105th ബർത്ത് ആനിവേഴ്സറി. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഇന്ത്യ സെലിബ്രേറ്റഡ് ഡോക്ടർ വിക്രം സാരാഭായ്സ് 105th birth anniversary on 12th August, who pioneered India's space program and founded the key institutions across various fields. Okay, Dr. Vikram Sarabhai, born in Ahmedabad in 1999, is the father of India's space program and mentor to the APJ Abdul Kalam, and he established the Physical Research Library at the age of 28, conducted pioneering the research on cosmic rays, and Sarabhai effort led to the creation of INCOSPR in 1962, which later becomes ISRO, and facilitate the transfer of weakening engineering technology from France to India. അതുപോലെ തന്നെ his contact with the NASA paved the way for the satellite instruction TV experimental site in 1977, introducing cable TV to India. And Sarabhai was honored with the Padma Bhushan in 1966 and the Padma Vibhushan posthumously in 1972 എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് നീലക്കുറിഞ്ഞി ഡിക്ലെയർ ആസ് ത്രെട്ടൻഡ് സ്പീഷീസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം നീലക്കുറിഞ്ഞി സ്ട്രോബിലിയൻസ് കുൻഹിനാന ഫ്ലവറിംഗ് shrub that blooms once every 12 years is now classified vulnerably criteria 802 on the UNCN Red List. ഓക്കെ, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് name of the Neelakurni, named after Kundi river in the Kerala's Site Valley Park, were abundant foundly. അതുപോലെ തന്നെ they are simplest and reproducing only once in a lifetime, which surely synchronize blooming and fruiting every 12 years of the end of the life cycle ആണ്. And known for their massive blooming, they impact purplish blue colors to the mountain grasslands and the popularly known as Neelakurni blue shrublet and blooms ആണ്. The species has 34 subpopulations within the 14 ecoregions of the high altitude mountain ranges of southwest India, 32 subpopulations in the western Ghats and the eastern Ghats, Yarkand, Sherloy Hills, and most subpopulations are in the Nilgiri, Tamil Nadu, followed by Munnar, Palani, Kodaikanal and Annamalai mountains. Clear. Next, factors affecting the Earth rotation speed. Recently, the research highlighted that melting polar ice caps due to the climate change are causing the Earth's spin more slowly, leading to minute changes in the duration of a day. ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് എന്താണ് ന്യൂസിൽ വരാനുള്ള റീസൺ ആയിട്ട് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്ന നോക്കാം. എന്താണ് അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എർത്ത് റൊട്ടേഷൻ സ്പീഡ് എന്താണ്
ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷനാണ്. എന്താണ്? ദ ലോസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ക്യാൻ ആൾസോ ആൾട്ടർ മാസ് ഡിസ്ട്രിബ്യൂഷൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ചലഞ്ചസ് ഇൻ ദ റൊട്ടേഷണൽ ഡൈനാമിക്സ് ആണ്. ട്രാൻസിഷണൽ വേവ്സ് എന്താണ്? കൺവെൻഷൻ കറൻസ് ദ എർത്ത് ഔട്ടർ കോർ ജനറേറ്റ് torsional waves that impact the planet rotation. These waves oscillate through the earth and can be correlate with the changes in the length of a day. In influence celestial bodies എന്താണ് പറയുന്നത്? Earth's rotation is the influenced by the moon and also other celestial bodies. About 1.4 billion years ago, the moon was much closer to earth, resulting a significantly shorter days, just 18 hours and 41 minutes. Today a day is 24 hours and continues to increase due to the moon's gradual distancing. In earth interior dynamics എന്താണ്? Movement within the earth mantle and core can be influenced rotational speed. These include changes in the tilt of the inner core and fluctuations in the core dynamics. നെക്സ്റ്റ് വൺ ആണ് ഇത് INRF റാങ്കിങ് 2024. എന്താണ്? ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക് Ranking 2024 announced by the Union Ministry of Education MOE has once again highlighted the leading institutions in the India's higher education landscape. ഇനി എന്താണ് NIRF പറയുന്ന പ്രധാനമായിട്ടും? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ് എന്താണ്? മെയിൻറ്റെയിൻ ഇറ്റ്സ് ടോപ്പ് പൊസിഷൻ ഓഫ് ദ ഓവറോൾ ആൻഡ് എഞ്ചിനീയറിംഗ് കാറ്റഗറീസ് ഫോർ 6 of 9 consecutive years respectively. The institute also retained second rank on the research institute and innovation category. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ എന്താണ്? കണ്ടിന്യൂസ് ഡൊമിനൻസ് ബൈ ടോപ്പ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാറ്റഗറീസ് ദ 9th 4th consecutive years. IIM അഹമ്മദാബാദ് എന്താണ് പറയുന്നത്? സെക്യൂർ ടോപ്പ് പൊസിഷൻ ദ മാനേജ്മെൻറ്റ് കാറ്റഗറി ഫോർ ദ 5th consecutive years. AINS ന്യൂഡൽഹി എന്താണ്? റിമൈൻ ദ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ മെഡിക്കൽ കാറ്റഗറി ഫോർ 7 consecutive years and was ranked 7th in the overall category. And ജാമിയ അഹമ്മദാബാദ് ഹംദ്രാദ് എന്താ പറയുന്നത്? ടോപ്പ് ദ ഫാർമസി കാറ്റഗറി വൈൽ IIT റൂർക്കേലി ഈസ് ദ ലീഡിംഗ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്. ആൻഡ് ഡൽഹി യൂണിവേഴ്സിറ്റി DU made the notable jump from the 11th to 6th place in the overall ranking, re-entering the top 10 university club in the country. Okay. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. എന്താണ്? ആസ്ട്രോണസ് സുനിത വില്യംസ് ആൻഡ് ബേരി ബച്ചസ് വില്യൻ ആർ സ്റ്റേയിങ് ഓൺ ദി International Space Station ISS until February 2025 due to the technical issues with the Boeing Stellar and spacecraft that brought them there in June 2024. എന്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് മാൻ-മെയ്ഡ് സ്ട്രക്ചർ ഇൻ ദ സ്പേസ് ആൻഡ് വാസ് ലോഞ്ച്ഡ് in 1998 ആണ്. ആൻഡ് ഇറ്റ് ഫങ്ഷൻസ് എ ഹാബിറ്റേറ്റ് ഫോർ ദ ആസ്ട്രോണറ്റ്സ് ഹാസ് ബീൻ കണ്ടിന്യൂസ്ലി ഓക്യുപ്പൈഡ് in 2000 ആണ്. And participating agencies ഏതൊക്കെയാണ്? The ISS is a joint effort of the space agencies of the United States NASA, Russia, Europe, Japan and Canada. And orbit എന്താണ്? The ISS orbit approximately 400 kilometers above the Earth ആണ്. Speed എന്താണ്? It was traveled around the Earth at 28,000 kilometers per hour ആണ്, completing an orbit every 90 minutes. Objective എന്താണ്? The IIS aims to advance our understanding of space and microgravity, support new scientific research and extremely international collaboration. Next one ആണ് ഇത് iconic flag of the 1974 display at Fort St. George. The Fort St. George Museum in Chennai displays a 12x8 Indian flag, one of the first hosted in 15th August 1947 and the only surviving the flag from that date. In the evolution എന്താണ്? The first national flag was hosted 7th August 1906 in Calcutta, featuring red, yellow and green ആണ്. And 1921 എന്താണ്? Pinaki Venkaiah designed a flag with the green strips with the Gandhi later added white strips in the spinning wheel. The current tricolor flag adopted on 22nd July 1947 ആണ്. Next one, Har Ghar Tiranga, Har Ghar Khadi campaign. എന്താണ് പറയുന്നത്? Recently, the chairman of Khadi Village Industries Commission KVIC launched the Har Ghar Tiranga, Har Ghar Khadi campaign to increase the use of the trade of the Khadi clothes through the hosting national flags made of Khadi. Okay. എന്താണ് ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ? ഇതിൻ്റെ 3rd എഡിഷനാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നതായിട്ട് കാണാൻ പറ്റിയ 1 മുതൽ 9th മുതൽ
August 2020 വരെ എന്ന പാർട്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ഇത് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് എന്താണ് പറയുന്നത്, ഇറ്റ് എയിംസ് ടു ഇൻസ്റ്റിൽ എ സ്പ്രിൻറ്റ് ഓഫ് patriotism and national pride among the citizens by encouraging every Indian to host the national flag ആണ്. And it was launched under the auspicious Azadi Ka Amrit Mahotsav in 2022 ഭാഗമാണ്. And has grown into the people's movement. Other outreach activities being organized at Tiringa concert, street plays, Nikut Nakats, exhibitions on the evolution of Tiranga, etc. Next one is the World Organ Donation Day. Recently, the World Organ Donation Day was observed on 13th August 2024 to raise awareness about the critical need of organ donors and promote donor registration. ഇതിൻ്റെ തീം എന്താണ്, ബി ദ റീസൺ ഫോർ ദ സമ്മൺ സ്മൈൽ ടുഡേ ആണ്. ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ദ ഫസ്റ്റ് സക്സസ്ഫുൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് 1954 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഇനി എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ദ യുണൈറ്റഡ് നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷേപ്പിംഗ് UNOS റിപ്പോർട്ട്സ് ദാറ്റ് അപ്രോക്സിമേറ്റ്ലി 103,993 people need life-saving organ transplant, but the number of available donors is significantly inadequate, creating a serve supply demand gap ആണ്. Initially, India celebrated National Organ Donation Day on 27th November, but it was shifted into 3rd August to commemorate the anniversary of India's first successful deceased donor heart transplant. Okay. Next one, what are the initiatives and schemes for Dalits in India? എന്താണ് ന്യൂസിൽ വരാൻ കാരണം, a study from the Indian Institute of Management Bangalore reveals that the Dalit business owners in India face a notable income gap compared to other marginalized groups despite similar levels of education and social capital. ഇതിൻ്റെ ലെജിസ്ലേറ്റീവ് എഫേർട്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1955 എന്നാണ് എയിംസ് ടു അബോളിഷ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ ഇന്ത്യയാണ്. അതുപോലെ തന്നെ റിസർവേഷൻ പോളിസീസ്, ഇന്ത്യ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് റിസർവേഷൻ ഫോർ SC, ST, OBC in education, government jobs aiming to provide opportunities for historically marginalized communities, National Commission for Scheduled Caste, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് സ്കീം, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി 23 എന്താണ് പറയുന്നത്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഓൺ UCC ആണ്. എന്താണ്, ഇൻ ഹിസ് സ്പീച്ച് ഓൺ ഒക്കേഷൻ ഓഫ് 17th ഇൻഡിപെൻഡൻസ് ഡേ ദ പ്രൈം മിനിസ്റ്റർ കോൾഡ് ഫോർ എ യൂണിഫോം സിവിൽ കോഡ് ഫ്രെയിമിംഗ് ഇറ്റ്സ് എ സെക്കുലർ സിവിൽ കോഡാണ്. അതിൽ കോടതി എന്താണ്, മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാനോ ബീഗം കേസിൽ എന്താണ് പറയുന്നത്, ദ കോർട്ട് നോട്ടഡ് വിത്ത് ദ regret that Article 44 has remained dead letter and the advocate for its implementation ആണ്. Sarala Mughal versus Union of India 1995 and John Walmerton versus Union of India 2003 എന്താണ്, the court retained the need for the implementing UCC ആണ്. And Shaira Bano versus Union of India 2017 എന്താണ്, the Supreme Court ruled that the practice of triple talaq was unconstitutional and violated dignity of equality of Muslim women, and it also suggested Parliament should pass legislation to regulate Muslim marriage and divorces ആണ്. And Jose Paulo Cordino versus Maria Luisa Valentina Perzina case 2019 എന്നാണ് പറയുന്നത്, the court precised Goa is a shining example where the Uniform Civil Code is applicable to all regardless of the expect while protecting the certain limited rights and called for the implementation across India എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് കോഫീസ് ഇമ്പാക്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ് പറയുന്നത്, റീസെൻ്റ്ലി കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ഹിൻഡഡ് ദാറ്റ് ഇന്ത്യാസ് കോഫി പ്രൊഡക്ഷൻ ഫോർ 2024-25 may a significant drop to plant and berry losses caused by high temperatures, heavy rainfall and landslides in the key growing regions. ഇതിൽ കോഫി ഇമ്പാക്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് പറഞ്ഞത്. ദ കോഫി പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട്സ് 14 to 80% of total GHG emissions of coffee cycle, mainly due to the mechanization, intensive irrigation from the transferring to sun exports fields ആണ്. അതുപോലെ തന്നെ heating, keeping water warm for coffee preparation impact carbon footprint ആണ്. അത് greater emissions കാരണമാകുന്നുണ്ട്. And coffee capsules can reduce waste and emissions by the optimizing coffee and water use, but their manufacturing and disposal add to the carbon footprint is not
സൈക്കിൾഡ് ആണ്. ക്ലിയർ? നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഇത് PM പ്രണാം. എന്താണ് പറയുന്നത്? ദ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഫോർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇൻ റിപ്ലൈ ടു എ ക്വസ്റ്റ്യൻ ഇൻ ദ ലോക്സഭ പ്രൊവൈഡഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ PM പ്രധാനമന്ത്രി പ്രണാം ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഗവൺമെൻറ് ആണ്. എന്താണ് പ്രധാനമന്ത്രി പ്രണാം എന്ന് പറയുന്നത്? എന്താണ്? റീസ്റ്റോറേഷൻ, അവയർനെസ്, ജനറേഷൻ, നൗറിഷ്മെൻറ്റ് ആൻഡ് അമലിയേഷൻ മദർ എർത്ത് ആണ്. ഇറ്റ് വാസ് അനൗൺസ്ഡ് ഇൻ 2023-24 ബഡ്ജറ്റാണ്. എന്താണ്? ഇറ്റ് കംപ്ലിമെൻറ്റ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി എഫേർട്സ് ടു പ്രൊമോട്ട് ആണ് സസ്റ്റൈനബിൾ ആൻഡ് ബാലൻസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതുപോലെ തന്നെ എൻകറേജ് ദ അഡോപ്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പ്രൊമോട്ട് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ് പ്രാക്ടീസസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാമല്ലോ. ഓക്കെ, താങ്ക് യു.